അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജസീർ അതാ നൂർജഹാൻ്റെ റൂമിലേക്ക് കടന്നു. നൂർജഹാൻ, എന്താ ചായയും വെള്ളമൊന്നുമില്ലേ? വീട്ടിലേക്ക് കയറി വന്നിട്ട്. ഓ, അങ്ങ് വന്നോ? എവിടെയായിരുന്നു മച്ചാൻ? ഞാൻ എവിടെയായാലും വീട്ടിലേക്ക് ഭർത്താക്കന്മാർ കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നത് എല്ലാ വീട്ടിലും പതിവുള്ളതാണ്. ഇവിടെ എന്താ അതൊന്നും ശീലമായിട്ടില്ലല്ലോ അല്ലേ? ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയൊന്നും എന്നെ വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് പൂമുഖ വാതിൽക്കൽ കാത്തിരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, നീ കൂടുതൽ പ്രസംഗിക്കണ്ട എന്നോട്. ഇന്ന് നീ എൻ്റെ ഭാര്യയാണ്. ഭാര്യ എന്ന് വെച്ചാൽ അടിമ എന്നാണോ അർത്ഥം? നൂർജഹാൻ്റെ വാക്ക് കേട്ട് ജസീർ ഒന്ന് ഞെട്ടി. നൂർജഹാൻ, നിനക്ക് നാവിന് അല്പം നീളം കൂടുതലാണ്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ കൂടുതലായി എന്നോട് വിളച്ചിലെടുത്താലുണ്ടല്ലോ. ആ, എന്തു പറ്റും? ചിലക്കാതെ ചായ ഇട്ടിട്ട് വാ, ഞാനവിടെ പോയിരിക്കാം. അവൻ കൂടുതലൊന്നും സംസാരിക്കാതെ അതാ ഡൈനിങ് ഹാളിൽ പോയിരുന്നു. ഉമ്മ പറഞ്ഞു, എന്താടാ ചായ കിട്ടിയില്ലേ? ചായ ഇപ്പോൾ കൊണ്ടുവരും. ഓഹോ, ചായ കൊണ്ടുവരുന്ന നീ കാത്തിരുന്നോ? ഉമ്മ എന്തിനെ വേലക്കാരികളെല്ലാം പറഞ്ഞു വിട്ടത്? എന്ത് കാര്യത്തിനാ? അതേ, അവൾക്കൊന്ന് പണി പഠിക്കാനേ. അതെ, നൂർജഹാൻ ചില്ലറക്കാരിയല്ല, മറ്റുള്ളവരെ പോലെയല്ല എന്ന് ഉമ്മ ഓർക്കണം, മനസ്സിലായല്ലോ? എന്നാൽ ഈ സമയം അതാ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. ഹായ്. ശരിക്കും ജസീർ അത് നോക്കി. സുന്ദരിയായ ഹിജാബ് ധരിച്ച ആ ഒരു പെൺകുട്ടിയുടെ DP ആണല്ലോ കാണുന്നത്. ഒരു നിമിഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ മുഖത്ത് 1000 പുഞ്ചിരി വിടർന്നു. അതെ, അവൻ്റെ കണ്ണുകൾ പ്രകാശത്താൽ ജ്വലിച്ചു. എന്താടാ, ആരാ? നിന്റെ ദേഷ്യമൊക്കെ അണഞ്ഞു പോയോ? വീണ്ടും മെസ്സേജ്. ഹായ്ക്കു. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്നാൽ ജസീറിന് വല്ലാത്തൊരു സന്തോഷം. കാരണം നല്ലൊരു സുന്ദരിയായ ഒരു ഹിജാബ് ഗേളിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹിജാബിനെ പ്രണയിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവളുടെ വശ്യമനോഹരമായ കണ്ണുകൾ അതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വീണു പോകുകയായിരുന്നു. എന്നാലും ആ ഹിജാബി പെണ്ണ് അവൾ എവിടെ ഇരിക്കും? എന്നാൽ അവൻ അപ്പോൾ തന്നെ അതാ റൂമിലേക്ക് ചെന്നില്ല. ഉമ്മയുടെ അടുത്ത് നിന്നില്ല. എങ്ങോട്ടാടാ ചായ ഒന്നും കുടിക്കാതെ? അവൻ നേരെ അതാ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. വീണ്ടും മെസ്സേജ്. അതെ, റീപ്ലൈ ഒന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ശരീരഘടന അതെനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമായിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇങ്ങനൊരു സുന്ദരനെ എൻ്റെ മുമ്പിലേക്ക് വന്ന് തീരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആരെയും പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒന്നും. എനിക്കെപ്പോഴും നല്ല രീതിയിൽ ജീവിക്കാനൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അല്ല ഹിജാബി, എനിക്ക് നിന്നെ കണ്ടപ്പോൾ മുതൽ തന്നെ എന്തെന്നില്ലാത്തൊരു മുഹബത്ത് നിന്നോട് തോന്നി. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ലെങ്കിലും ഞാൻ കണ്ണടച്ചാലും തുറന്നാലും നിൻ്റെ മനോഹരമായ മിഴികളാണ് എൻ്റെ കൺകളിൽ. സത്യം പറയാലോ, നിന്നെ കണ്ടപ്പോൾ മുതലടി എൻ്റെ നെഞ്ചു അല്ലാതെ അങ്ങ് പിടക്കാണ് നിനക്ക് വേണ്ടി, സത്യമായിട്ടും. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ അടുത്ത മെസ്സേജ്. ആഹാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ, അതായത് ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല, എന്തായിരുന്നു നീ ചോദിച്ചത്? എനിക്ക് നിന്നോട് മുഹബത്താണ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ചെറുപ്പക്കാരനായ സുന്ദരനായ യുവാവിനെയാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത്. അത് ഓ അങ്ങനെ, അത് ഞാനങ്ങ് മറന്നു പെണ്ണേ. ഞാൻ സത്യം പറയാലോ, കാണിച്ചു തരാം. ഞാൻ വിശദമായി കാണിച്ചു തരാം. സുന്ദരനാണ്, സുമുഖനാണ്, പിന്നെ നിൻ്റെ ഫീൽഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ അതായത് നീ ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന പെണ്ണല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിനക്കനുസരിച്ചൊരാളാണ്. അവന് പഠിക്കുന്ന ആളാണ്. അതെ, വലിയ ഇൻ്റർനാഷണൽ കോളേജിലൊക്കെ പോയിട്ട് ഈജിപ്തിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. മതപഠനത്തിന് അവൻ മുൻതൂക്കം നൽകുന്ന ആളാണ്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായും കാണണം. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ അവൻ്റെ കൂടെ ജീവിക്കാനല്ല എനിക്ക്, നീ എൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം.
എന്താ? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്നാലും ആ ഒരു സുന്ദരനായ യുവാവിനെ ഒന്ന് കാണുകയെന്ന് വെച്ചാൽ നോക്കട്ടെ, നീയാണോ അവനാണോ ബെസ്റ്റ് നോക്കട്ടെ, അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഒരിക്കൽ പോലും അവൻ എൻ്റെ അത്ര ശക്തിയില്ല, അതെനിക്കറിയാം. ഓ, ഓക്കെ ഓക്കെ, സമ്മതിച്ച് കഴിഞ്ഞു. നിന്നോട് തന്നെയാണ് എനിക്കിഷ്ടം. എന്നാലും അവനൊന്ന് കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ നൂർജഹാനും ജസീറും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ പൂർത്തിയാവുകയായിരുന്നു. ഒരിക്കൽ പോലും അവൻ അറിയുന്നില്ല ഇതെൻ്റെ ഭാര്യ നൂർജഹാനാണ് എന്നുള്ളത്. അവൾ മറ്റൊരു നമ്പറിൽ നിന്ന്, അതായത് ജസീറിന് അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് അവനെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ അവൻ യാന്ത്രികമായി നടക്കുന്ന രീതിയിലായിരുന്നു. മെസ്സേജും ചാറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് അവൻ കയറി വരുമ്പോൾ ഉമ്മ ചോദിച്ചു, എന്താടാ നിനക്കൊരു മനംമാറ്റം? നീ എന്താ നൂർജഹാനോട് വളരെയധികം ദേഷ്യപ്പെട്ടിരുന്നല്ലോ. അതെ, അവൾക്ക് 2 കിട്ടണം, നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. നിൻ്റെ കൈയിൻ്റെ എല്ലിൻ്റെ കുറവാണത്, വേറൊന്നുമല്ല. ഉമ്മ, അത് എന്താടാ നിനക്ക് പെട്ടെന്നൊരു മനംമാറ്റം വന്നത്? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. വിളിക്കവളെ, അവൾ എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടോ? വിളിക്കേ. എന്നാൽ അവൻ പതുക്കെ അതാ റൂമിനടുത്തേക്ക്. നൂർജഹാൻ. ആ, എന്താ നൂർജഹാൻ, നീ ഇന്ന് ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്നാണല്ലോ പറയുന്നത് കേൾക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ഇക്ക, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനതൊന്നും ശീലമായിട്ടുള്ള. എൻ്റെ വീട്ടിലൊക്കെ വേലക്കാരികളുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വീട്ടിലെ വേലക്കാരികളൊക്കെ പറഞ്ഞു വിട്ടത്? നൂർജഹാൻ, തൽക്കാലം ഉമ്മ പറയുന്നത് നീ കേൾക്ക്. ശരിക്കും ജസീറിൻ്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ആ ഒരു പഴയ ദേഷ്യവും ആ ഒരു വാശിയുമൊക്കെ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നി. ഏറ്റിട്ടുണ്ട് സംഗതി. ഓ, ഒരു ഇജാബി പെണ്ണ്. അവനങ്ങ് മെസ്സേജ് അയച്ചു. അവൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയിട്ടുണ്ട്. അതെ, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ നൂർജഹാൻ. എങ്കിലും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഓ, ഇനിയിപ്പോൾ സാലഡാണ് എനിക്കിഷ്ടം, അത് ആവശ്യമുള്ളവർ കഴിക്കുക. അവൾ ഫ്രിഡ്ജിൽ നിന്ന് അതാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് ഒരു സാലഡ് പോലെയാക്കി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ അവൾ തന്നെ കഴിക്കാൻ തുടങ്ങി. ശരിക്കും ഉമ്മയും ജസീറും അത് നോക്കി നിന്നു. കണ്ടില്ലേടാ നിന്റെ അഹങ്കാരിയായ ഭാര്യ, നിന്റെ പെറ്റ തള്ളക്ക് വരെ ഭക്ഷണം തരാത്തവൾ കഴിക്കണം കണ്ടില്ലേ? ഉമ്മ, അത് നമുക്കും ഉണ്ടാക്കാമല്ലോ സാലഡ്. ആഹാ, ഇപ്പം നീ അവളുടെ ഭാഗത്തായോ? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അതെ, നല്ലോണം പൊട്ടിക്കണം. ഇങ്ങോട്ട് വന്നേയേ. അവനെയും പിടിച്ചുകൊണ്ട് ഉമ്മ ആ ഭാഗത്തേക്ക് കരണക്കുറ്റി നോക്കി തല്ലണം, അടിച്ച് പൊട്ടിക്കണം, മുൻപല്ല തച്ച് താഴെ ഇടണം. മനസ്സിലായല്ലോ? ഓൾക്കൊരു അഹങ്കാരമുണ്ട്. എന്താ, ഓള് ലോകസുന്ദരിയാണ്, ഓളെ വെല്ലാൻ ഇവിടെ ഒരാളുമില്ല, ഓളത്ര പണം ഇവിടെ ആർക്കും ഇല്ല എന്നുള്ളത്. എന്താ ഓൾ ആ ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ടുള്ള നടത്തം? അത് എൻ്റെ മുമ്പിലൂടെ. അതെ, ഇവിടെ വന്ന് കയറിയ ഹാദിയെ നിനക്കറിയോ? അവൾക്ക് പണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അത്ര അഹങ്കാരം ഉണ്ടായിരുന്നില്ല. എന്താ അവൾ സാധനം? ഇവള് കാണുന്ന പോലെയല്ല, അടിച്ച് പൊട്ടിക്കണം, കാലും കൈയും അടിച്ചൊടിച്ചിടണം. ഈ ഹാദിയ എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ അവിടെ മുടക്കാച്ചെരുക്കാക്കി ഇട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇവളാണ് വേണ്ടത്. ഓ, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവൾ. എന്നാൽ നൂർജഹാൻ അത് പതുക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നവൾ, ഉമ്മ, ആരടിക്കുന്ന കാര്യമാണ് പറയുന്നത്? അതെ, ഞാനാ പറഞ്ഞത് അവിടുത്തെ വേലക്കാരത്തിനെ വിളിച്ചിട്ട് വരായിട്ടേ, അതാ പറഞ്ഞത്. ഉമ്മ വിഷയമൊന്നും മാറ്റണ്ട. ഉമ്മ പറയുന്നതൊക്കെ ഇതിവിടെ റെക്കോർഡായിട്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് സ്പീക്കറിൽ ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തൊക്കെ പരിപാടി കാട്ടിക്കൂട്ടണത്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു രസമല്ലേ അതൊക്കെ. പിന്നെ ഉമ്മ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസീർ എന്നെ അങ്ങനെയൊന്നും തല്ലൂല അല്ലേ? ജസീർ തല്ലൂലല്ലോ. എന്നാൽ നൂർജഹാൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി. പക്ഷെ അവൻ ആ പഴയ ദേഷ്യം എടുക്കാൻ കഴിയുന്നില്ല. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് അത് പൂർണ്ണമായിട്ടും ദേഷ്യം പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആരോടും ദേഷ്യപ്പെടാനോ ചീത്ത പറയാനോ തോന്നുന്നില്ല. എന്തൊക്കെയോ ഒരു അവസ്ഥകൾ. എന്നാൽ നൂർജഹാന് മനസ്സിലായി തുടങ്ങി, ഓഹ്, എൻ്റെ ആ ഒരു കളിയൊക്കെ ഏറ്റിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നാൽ അന്നവൻ ബെഡ്റൂമിലേക്ക് വന്നു. നൂർജഹാൻ, ഓ, എന്തോ കിടക്കുന്നില്ലേ? ആ, കിടക്ക. എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. ഞാൻ അതിനിടയിലൂടെ പലതും പഠിക്കുന്നുണ്ട്, വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒക്കെ ഓൺലൈനായിട്ടാണ് മാത്രം. എന്നെ കണ്ടാലേ ഒരു ജോലിയില്ലാതെ നടക്കുകയാണെന്ന് തോന്നും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പിതാവിൻ്റെ
സ്വത്തും സമ്പത്തും മാത്രം ആഗ്രഹിച്ച് നടക്കുന്നവളല്ല. മറിച്ച് എനിക്ക് എൻ്റേതായ രീതിയിലുള്ള ചില ബിസിനസ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതെനിക്ക് നടത്താനുള്ളതൊക്കെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വരുമാനം കണ്ടെത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരിക്കലും ഒരാളുടെ കീഴിൽ അവകാശം മുതൽ മാത്രം ആഗ്രഹിച്ച് നടക്കുന്നവളല്ല നൂർജഹാൻ. അത് കേട്ടപ്പോൾ ജസീർ ഒരു നിമിഷം ഞെട്ടി. ഓ, അങ്ങനെയാണോ? അല്ല, എന്താ ജസീർ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ, നോ പ്രോബ്ലം, ഞാനിവിടുന്ന് പോയിക്കോളാം. വേണ്ട നൂർജഹാൻ, നീ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം. അതെന്താ അങ്ങനെ? അപ്പോൾ ഈ റൂമിലെന്താ ഒരുമിച്ച് നമ്മൾ കഴിയുന്ന ബുദ്ധിമുട്ടാണോ? അല്ല, അങ്ങനെയല്ല. നിനക്ക് പഠനത്തിന് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നോ പ്രോബ്ലം. എനിക്കൊരു പഠനം മാത്രമല്ല, പഠിക്കുന്നു, അതിനിടയിൽ കൂടെ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഐഡിയാസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കൂടുതൽ എങ്ങനെ ഏൺ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ബുദ്ധിമുട്ട് ആവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വേണ്ട, നോ പ്രോബ്ലം, അവിടെ കിടന്നോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവൾ അതാ ആ ടേബിളിനെ അടുത്തായിട്ടിരിക്കുന്നു. അവനാണെങ്കിൽ ആ ബെഡിൽ കിടന്നു പതുക്കെ ഫോൺ എടുത്തു. അവൻ്റെ മനസ്സിൽ മറ്റൊന്നുമല്ലായിരുന്നു, ആ പെണ്ണ് റസിയ. റസിയുടെ ആ മുഖം, റസിയുടെ ആ കണ്ണുകൾ, അവളുടെ മനോഹരമായ കൈകൾ, അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് അലിഞ്ഞു ചേരുകയായിരുന്നു. റസിയ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് അവനതാ ഫോൺ എടുത്തു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതാ നൂർജഹാൻ അതിലേക്കൊരു മെസ്സേജ് അയച്ചു വിട്ടു. ഹായ്, കിടന്നോ? എന്നാൽ അവന് ആവേശം മൂത്തു. അത് കിടന്നിട്ടില്ല, കിടക്കാൻ വേണ്ടി. ഓ, അങ്ങനെ. പിന്നെ എന്താ, എപ്പോഴാണ് ഉറങ്ങുന്നേ? അങ്ങനെയൊന്നുമില്ല, നീ സംസാരിക്കാണ്ടെങ്കിൽ പുലരുവോളം ഞാൻ തയ്യാറാണ്. ഓ, അങ്ങനെ. വെറുതെ ഉറക്കമൊന്നൊഴിച്ച് ക്ഷീണാക്കണ്ട കേട്ടോ. ആ മൊഞ്ച് നഷ്ടപ്പെടും. മൊഞ്ച് നഷ്ടപ്പെട്ടാലേ പിന്നെ. ഓ ഇല്ല, ഞാൻ വേഗം ഉറങ്ങിക്കോളാം. അല്ല, ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ദുസ്വഭാവം വല്ലതും? ഏയ്, വല്ലപ്പോഴും ഒരു സിഗരറ്റ്, അതിലുപരി. ഓ, അങ്ങനെയാണോ? നോ പ്രോബ്ലം. എന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്നല്ല, എനിക്ക് യെസ് പ്രോബ്ലമാണ്. അതൊരു പ്രോബ്ലമാണ്. സിഗരറ്റ് വലിക്കുന്നവരൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ചെറിയ ചില പദ്ധതികളൊക്കെ എനിക്കുണ്ട്, അതിൻ്റേതായ രീതിയിലൊരു പുരുഷന്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ വീണ്ടും അത് മെസ്സേജ് അയച്ചു. റസിയ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ശരിക്കും തൻ്റെ ഭർത്താവിൽ വരുന്ന ആ മാറ്റങ്ങൾ നൂർജഹാൻ ശരിക്കും വീക്ഷിച്ചു. അതെ, അവൾ റസിയയുടെ രൂപത്തിൽ മെസ്സേജ് അയക്കുന്നു. അവനത് റീപ്ലൈ ചെയ്യുന്നു. ശരിക്കും ഒരു പെണ്ണ് ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഏതൊരാണും അതിൻ്റെ വഴിക്ക് വരുമെന്നതിൻ്റെ കാര്യം അവൾക്ക് ഏറെക്കുറെ ഉറപ്പായി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു യുവാവിനെ? അത് പെട്ടെന്ന് ഓക്കെ, അത് ഞാൻ നാളെ തന്നെ അതിനുള്ള സംവിധാനം ചെയ്യാം. നീ എത്തുമോ അങ്ങോട്ട്? ഓക്കെ, ഞാൻ എത്താം. ലൊക്കേഷൻ ഞാൻ വിട്ടുതരാം കേട്ടോ. ആ ലൊക്കേഷൻ്റെ അടുത്തേക്ക് വരണം. പിന്നെ അവനെ കാണിച്ചു തന്നാൽ നീ എന്തെങ്കിലും അവനുമായി. അങ്ങനെയൊന്നുമില്ല, അവൻ ജസ്റ്റ് ഒന്ന് കാണാന്നതിലുപരി വേറൊന്നുമില്ല. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാൾ കിട്ടുമ്പോൾ എന്തിനാപ്പോ അവരെയൊക്കെ അല്ലേ? പക്ഷേ എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. അറിയണമല്ലോ നിങ്ങളുടെ മനസ്സിലെ സൗന്ദര്യബോധം എന്താണെന്ന് കേട്ടോ, വേറൊന്നിനുമല്ല. ഓക്കെ? റസിയുടെ ആ ഒരു ആഗ്രഹം, അത് ഈ നിമിഷം തന്നെ നിറവേറ്റി കൊടുക്കാൻ അവൻ തയ്യാറായി. എന്നാൽ അവൻ മെസ്സേജ് അയച്ചു. റസിയ, നിനക്ക് ഈ പാതിരാത്രി തന്നെ അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരണോ? നോ പ്രോബ്ലം, ഈ പാതിരാത്രി വേണ്ട. അതെ, ഈ പാതിരാത്രിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ ഉമ്മയൊപ്പൊക്കെ എന്ത് വിചാരിക്കും? അത് വേണ്ട, തൽക്കാലം നാളെ ആക്കാം കേട്ടോ. നാളെ കോളേജിലേക്കെന്നോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞിറങ്ങിയാൽ പോരെ? ഓക്കെ? ഓക്കെ റസിയ, എനിക്ക് നിന്നോട് എന്തൊക്കെയോ തോന്നുന്നു റസിയ.
എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നെനിക്ക് തോന്നാണ്. നീ എൻ്റെ എല്ലാമാണ്. ഓ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നിങ്ങൾക്ക് ഫാമിലി ഇല്ലേ? ആ, ഫാമിലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അതെന്താ അങ്ങനെ? അതായത് ഞാൻ വിവാഹിതനാണ് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ ഇല്ല എനിക്കറിയില്ല. വിവാഹിതനാണ്, പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് സഹകരിക്കില്ല. ഒരിക്കൽ പോലും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഓ, അതെങ്ങനെയാണോ? മൈ ഗോഡ്, അങ്ങനെയൊക്കെയാണോ? അതെന്താ അങ്ങനെ? നിങ്ങൾ ഈ സ്നേഹമൊന്നും അവളോട് കാണിക്കുന്നില്ലേ? അവളോട് സ്നേഹിക്കാൻ അവൾ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വേണ്ടേ? അവൾ എന്നിൽ നിന്ന് തെന്നി മാറിപ്പോവും. അതെന്താ അങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇതിന് മുമ്പുണ്ടായിരുന്നോ? ഏയ്, പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു ആണല്ലേ. എല്ലാം ഒത്തിണങ്ങിയ ഒരാണ്. ആണിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ടാവുമല്ലോ. ഓ, അങ്ങനെ. ഭാര്യയുമായി പിണക്കത്തിലാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ അവൾ എന്നോട് കൂടുതലായിട്ട് അങ്ങനെ എടുക്കാറില്ല. ഓ, അപ്പം സ്നേഹം വേണം അല്ലേ? സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയാണ് അല്ലേ? സ്നേഹം വാരിക്കോരി തരാലോ. തരൂട്ടോ. ശരിക്കും നൂർജഹാൻ തൻ്റെ ഭർത്താവ് ജസീറിനെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അതിൽ പെട്ടുപോവുകയും ചെയ്തു. അതെ, എന്നാൽ സമയം ഒരുപാടായി. വീട്ടിൽ ഉമ്മയപ്പൊക്കെ ഫോൺ എടുത്ത് രാത്രി കളിച്ചാലേ അവർ ചീത്ത പറയും. ഞാൻ വെക്കട്ടെ? എന്നാൽ ശരി കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെടേ. അവൻ അപ്പോൾ തന്നെ അതാ മെസ്സേജ് അയച്ചു. കൂടെ ഒരുപാട് ചുംബനങ്ങളുടെ സ്റ്റിക്കറുകളും. ഓ, സമാധാനമായി. ഓക്കേടാ എന്ന് പറഞ്ഞ് അതാ അവൾ ഫോൺ നെറ്റ് ഓഫാക്കി. എന്നാൽ ഈ സമയം ജസീർ അവനെന്തെന്നില്ലാത്ത ഒരു കുളിര്. നൂർജഹാൻ, നീ നിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞോ? എന്തു പറ്റി? അല്ല, ഒന്നുമില്ല. എന്തൊക്കെയൊരു സന്തോഷം, സമാധാനം. എന്ത് പറ്റിയിക്ക? എന്താ ഫോൺ കാണലേ കഴിഞ്ഞോ? ഞാൻ വെറുതെ കണക്കും കാര്യങ്ങളും. ഓ, അങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നിൻ്റെ പഠനം ഞാൻ ഏകദേശം ഇനി കുറച്ചുകൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നല്ലൊരു സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഈ ടൈമിന് ഞാൻ പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ എനിക്കത് കറക്റ്റ് വിലയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനൊന്ന് മയങ്ങട്ടെ. ശരിക്കും ജസീറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. തികച്ചും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഏത് നിമിഷവും. പക്ഷേ ഇന്ന് അവൻ്റെ മനസ്സിന് ആകപ്പാടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആകപ്പാടെ മാറ്റം വന്നിട്ടുണ്ട്. അവൾ വിചാരിക്കുകയാണ്, പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണിനെ ആണിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടുക്കാൻ കഴിയും. അതെ, ഞാൻ നൂർജഹാൻ്റെ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ എൻ്റെ അരികിൽ അവൻ നിൽക്കില്ല. എന്തൊക്കെ തന്നെയും റസിയായി അവനങ്ങ് കൊഞ്ചിച്ചപ്പോഴേ അവനങ്ങ് വീണുപോയി. അപ്പം ആണുങ്ങളുടെ മനസ്സും മാറ്റിയെടുക്കാം. എന്തായാലും സഫീറിനെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ബാക്കി കളി തുടരാം. എന്തൊക്കെ തന്നെയാലും ഇപ്പം ദേഷ്യത്തിൽ കുറച്ച് കുറവുണ്ട്. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ആള്. കാരണം ഈ റൊമാൻറ്റിക് സംസാരങ്ങളല്ലേ കേൾക്കുന്നത്. വെറുതെ അല്ല. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ നേരെ റിസ്വാൻ വക്കീലിന് മെസ്സേജ് അയക്കുന്നു. ഹായ്, കിടന്നോ? ഇല്ല, ഞാനിങ്ങനെ ഇക്കയെക്കുറിച്ച് നോ പ്രോബ്ലം. നിൻ്റെ മുമ്പിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിനക്ക് വേണ്ടി ഞാൻ അവന് സമ്മാനമായി തിരിച്ചു തരും, ഉറപ്പ്. നൂർത്ത, അതെ, സത്യമായിട്ടും ഒന്നും വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. നിൻ്റെ മുമ്പിലേക്ക് അങ്ങ് എത്തിച്ചു തരും ഞാൻ നിൻ്റെ മണിമാരനെ. പോരെ? താങ്ക് യു നൂർത്ത. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എന്നാൽ റിലാക്സായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. വൈകാതെ എത്തും നിൻ്റെ പുതുമണവാളൻ, മനസ്സിലായല്ലോ? ശരിക്കും നൂറത്തയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ റിസ്വാന വക്കീൽ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, നൂർത്ത ഇത്രയും നല്ലൊരു ഇത്തയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന നൂർത്ത. ശരിക്കും നൂർജഹാനെ കുറിച്ചോർത്ത് അവൾക്ക് അഭിമാനമാണ് തോന്നിയത്. പഠിച്ചോനെ, നൂർത്താക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ആമീൻ. ഇതുപോലെയുള്ള സ്ത്രീകളെയാണ് സമൂഹത്തിന് ആവശ്യം.
ഒരാളെയും ഭയമില്ലാതെ എല്ലാത്തിലേക്കും ഇറങ്ങിച്ചെന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നൂറത്തയെ അവൾ ഓർത്തുകൊണ്ട് കിടന്നു. കൂടെ പ്രിയപ്പെട്ട തൻ്റെ ജീവനായ സഫീറിനെയും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.